NRC-CA എന്തുകൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത്? ഇതെങ്ങനെ ഇസ്ലാം മതവിശ്വാസികളെ രൂക്ഷമായി ബാധിക്കും? ഒരു കാലത്ത് വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായ ഒന്നാണ് CAA NRC എന്നത്. ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കെ തന്നെ 2019 ഡിസംബർ 10 CAA NRC ലോകസഭയിൽ പാസ്സായിരുന്നു. 11-ാം തീയതി രാജ്യസഭയിലും അത് പാസ്സായിട്ടുണ്ട്. 12-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തതോടെ CAAക്കുള്ള നിയമപരമായ അംഗീകാരമെല്ലാം ലഭിച്ചു. അങ്ങനെ അതൊരു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടായി മാറിയിരിക്കും. എന്നാൽ നമുക്കറിയുന്ന പോലെ തന്നെ 2019 അവസാനത്തിലാണ് കോവിഡ് വലിയ തോതിൽ സ്പ്രെഡായതും പിന്നീട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ അന്ന് അത് പാസ്സായി എന്നല്ലാതെ നിലവിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നാം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അറിഞ്ഞതുപോലെ തന്നെ CAA നിലവിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ CAA NRC നിലവിൽ വരുമ്പോൾ എന്താണ് CAA? അത് എങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടെയുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, പാഴ്സ് എന്നീ 6 വിഭാഗങ്ങൾ 2014 ഡിസംബർ 30 മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിയെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്നതാണ്. മുൻപ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുമ്പ് 11 വർഷത്തോളം ഇന്ത്യയിൽ ജീവിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ CAA വന്നതിന് ശേഷം അത് 6 വർഷമായി കുറഞ്ഞിട്ടുണ്ട്. 6 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അയൽ രാജ്യങ്ങളിൽ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായും നാം അവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട സപ്പോർട്ടും ചെയ്യുകയല്ലേ വേണ്ടത് എന്ന് വെക്കുമ്പോൾ എന്താണ് അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിന് കാരണമായി വന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന് പ്രധാന കാരണം മതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഇവിടെ സിറ്റിസൺഷിപ്പ് നൽകുന്നത്. മനുഷ്യനെ നോക്കി പൗരത്വം നൽകുന്നതിന് പുറമെ അവരുടെ മതം നോക്കി പൗരത്വം നൽകുന്നത് കൊണ്ടാണ് CAAക്ക് വലിയ തോതിലുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന പ്രധാന ചോദ്യം എന്നുള്ളത്, മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അവിടെയുള്ള ന്യൂനപക്ഷമായവരെയാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്നത് ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഇങ്ങനെയുള്ള ഇന്ത്യയിൽ മതത്തിനനുസരിച്ച് സിറ്റിസൺഷിപ്പ് നൽകുക എന്നത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമാകുന്നത് അതുകൊണ്ടാണ്. മനുഷ്യനെ നോക്കി സിറ്റിസൺഷിപ്പ് നൽകാതെ മതത്തെ നോക്കി സിറ്റിസൺഷിപ്പ് നൽകി എന്നതുകൊണ്ടാണ് ഇതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വരുന്നത്. മറ്റൊരു സുപ്രധാന പ്രശ്നം എന്നുള്ളത് CAA NRC ഒരുമിച്ച് വരുമ്പോഴാണ്. NRC എന്നാൽ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഈ രാജ്യക്കാരാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നതാണ് NRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ മുൻഗാമികൾ ഇന്ത്യക്കാരാണെന്ന് നാം ആദ്യം പ്രൂവ് ചെയ്യണം. നമ്മുടെ മുൻഗാമികൾ 1971 മാർച്ച് 27 മുമ്പ് ഇന്ത്യയിൽ എത്തിയ ആളുകളാണ് എന്ന് നാം തെളിയിക്കേണ്ടതുണ്ട്. എഴുത്തും വായനയും അറിയാത്ത, ഡോക്യുമെന്റ്സ് ഒന്നും സൂക്ഷിക്കാത്ത വലിയൊരു സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇക്കാലത്ത് ഈ NRC വരിക എന്നത് അത് അവരെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. കാരണം അത്തരക്കാർക്ക് ഇന്ത്യയിൽ 1971 മാർച്ച് 27 മുമ്പ് ഇന്ത്യയിൽ എത്തിയെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതാണ്. അവിടെയാണ് CAA കടന്നു വരുന്നത്. കാരണം മുകളിൽ പറഞ്ഞ ബംഗ്ലാദേശ് പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മറ്റു ന്യൂനപക്ഷ മതങ്ങൾക്ക് 6 വർഷം മതി ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ. എന്നാൽ CAA വന്നിട്ടും മുസ്ലിം മതവിഭാഗത്തിലുള്ളവർക്ക്
ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ 11 വർഷം ഇന്ത്യയിൽ താമസിച്ചു എന്നത് പ്രൂവ് ചെയ്യണം. നിലവിൽ CAA മാത്രം വരുമ്പോൾ കുറച്ച് ആളുകളെ മാത്രമാണ് അത് ബാധിക്കുക എങ്കിലും NRC കൂടി വരുമ്പോൾ അത് ഒരുപാട് ആളുകളെ ബാധിക്കുന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നത്. CAA NRCക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ വരുന്നതിനുള്ള പ്രധാന കാരണം എന്നുള്ളത്, അവർ പൗരനെ നോക്കാതെ മതം നോക്കി സിറ്റിസൺഷിപ്പ് നൽകുന്നു എന്നതുകൊണ്ടാണ് അതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവും എതിർപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നത്.